Hello friends, welcome to 𝙑𝙗𝙀𝙗 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖം ചോദിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാമോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സ്നാപ്ഡീലിൻ്റെ BOB ക്രെഡിറ്റ് കാർഡ് അതായത് ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്നതായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ സ്നാപ്ഡീലിൻ്റെ BOB ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു പുതിയ ക്രെഡിറ്റ് കാർഡാണ്. ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി അത് ജസ്റ്റ് ചുമ്മാ ഒരു ഓടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട് നമ്മുടെ എന്താ പറയുക സ്നാപ്ഡീലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കോബ്രാൻഡായിട്ട് ഇറക്കുന്നൊരു ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡാണത്. അപ്പോൾ നമുക്ക് സ്നാപ്ഡീലിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5% വരെ അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നമുക്ക് സ്നാപ്ഡീൽ കൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 500 രൂപയുടെ വൗച്ചറും കിട്ടുന്നുണ്ട്. അത് അതിൻ്റെ എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വൗച്ചർ കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിനിപ്പോൾ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ റിവാർഡ് പോയിന്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ കഴിയുമ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെ ഓട്ടോ ക്രെഡിറ്റ് ആവും. അതൊരു നല്ലൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വേറെ സെപ്പറേറ്റ് പോയി റിഡീം ചെയ്യുക അങ്ങനെ പരിപാടിയൊന്നും വേണ്ട. നമ്മുടെ ഏകദേശം നമ്മുടെ വൺ കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് സിസ്റ്റം പോലെ തന്നെയാണ്. നമ്മുടെ ഓട്ടോമാറ്റിക്കലി വൺ കാർഡിൽ നമ്മൾ പോയി ചെയ്യണം, അതും ചെയ്യേണ്ടത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയുക ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഓൾറെഡി ഇത് ക്രെഡിറ്റ് ആയിക്കോളും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി ബാക്കിയുള്ള അടച്ചാൽ മതി. അത് നല്ലൊരു പോയിന്റാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് 5% എന്ന് പറയുമ്പോൾ നമുക്ക് 20 പോയിന്റ് ഉണ്ട്. 100 രൂപ സ്പെൻഡ് ചെയ്താൽ നമുക്ക് 20 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് കേട്ടോ. അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കി എല്ലാ പർച്ചേസിനും നമുക്ക് 10 റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ നമുക്ക് എന്താ പറയുക 10 റിവാർഡ് പോയിന്റ്സ് ആണ് ബാക്കിയുള്ള എല്ലാ ഓൺലൈൻ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പെൻസുകൾക്കും 100ൻ്റെ അബോവ് ഉള്ളത് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് നോർമൽ നമ്മുടെ 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് ഉണ്ട്. അത് നോർമൽ ബാക്കിയുള്ളതിന് പോലെ തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൗച്ചറും ഉണ്ട് 500 രൂപയുടെ. ബാക്കി ഇത്രയൊക്കെയുള്ളൂ മെയിനായിട്ട് ഫെസിലിറ്റി ഉള്ളൂ. പിന്നെ നമുക്ക് 2500ൻ്റെ മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകത നമുക്ക് 36 മാസം വരെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നോർമലി ബാക്കിയെല്ലാ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് 24 മാസം പറ്റാറുള്ളൂ, അതായത് 2 കൊല്ലം പറ്റാറുള്ളൂ. ഇത് നമുക്ക് 3 കൊല്ലം പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് 3 ഫ്രീ ആഡ് ഓൺ കാർഡ് വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിവോൾവിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി നമുക്ക് എല്ലാത്തിലും എന്താ വെച്ചാൽ നമുക്ക് മിനിമം ഡ്യൂ പേ ചെയ്തിട്ട് ബാക്കി ഉപയോഗിക്കാം. അത് പക്ഷേ ഒരു ട്രാപ്പാണ്, ഞാൻ ഓൾറെഡി മുമ്പ് കുറേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് 50% ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് അവർ പറയുന്നത് 3.6 ലാക്കാണ് സാലറിഡിൽ ഒരു പറയുന്നത്. അതുപോലെ തന്നെ 4 ലാക്കാണ് സെൽഫ് എംപ്ലോയിഡിൽ പറയുന്നത്. അതുപോലെ തന്നെ ഏജ് 21 to 65 ആണ് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ ഈ അപ്ലൈ ചെയ്ത് ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അത് കാണാത്തവർ പോയി കണ്ടുവെക്കുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയിട്ടാണ്. പിന്നെ നമ്മുടെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ വരും. അത് ഡിപ്പെൻസ് ആണ്. നോർമലി ബാങ്ക് ഓഫ് ബറോഡയുടെ എന്താ പറയുക ബ്രാഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഏജൻസിയാണ് വരിക. പക്ഷേ എൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇതൊന്നും വന്നിട്ടില്ല. നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്തു. അത് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നൊരു വിവരമുണ്ടാകുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നണം ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്ലൈ ചെയ്തിട്ട്. അല്ലെ അതോ 2-3 ആഴ്ച, എനിക്ക് തോന്നുന്നു 1 മാസം ആയിട്ടുണ്ടോ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ മാസമാണ് നമ്മളെന്തായാലും അപ്ലൈ ചെയ്തേക്കുന്നത്. എന്തായാലും ഓൾമോസ്റ്റ് 2 ആഴ്ചേൻ്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ട്. നമുക്ക് ഒരു വിവരമുണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഒരു മെയിലും വന്നിട്ടില്ല, ഒറ്റ മെയിലും വന്നിട്ടില്ല, ഒരു കോളും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ലാസ്റ്റ് നമുക്ക് അതായത് കുറച്ച് നേരം മുമ്പാണ്, നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന കുറച്ച് നേരം മുമ്പാണ് നമുക്ക് മെസ്സേജ് വന്നേക്കുന്നത് അപ്രൂവ് ആയി. ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. നമ്മൾ ആക്ച്വലി അതിൻ്റെ എന്താ പറയുക നമ്മുടെ അവരുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് സ്റ്റാറ്റസ് നോക്കാൻ പറ്റും BOB ക്രെഡിറ്റ് കാർഡിൻ്റെ. അവിടെ നോക്കുമ്പോഴും അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഡിസ്പാച്ച് എന്ന് വെച്ചാൽ കാർഡ് വിൽ ബി ഡിസ്പാച്ച് ഷോർട്ട്ലി എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്രൂവ് ആയിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പുതിയതായിട്ടൊരു ലോഞ്ച് ചെയ്ത ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ അത്രയ്ക്ക് ഡിമാൻഡ് ഇല്ലാത്തൊരു ക്രെഡിറ്റ് കാർഡ്. എന്ന് വെച്ചാൽ സ്നാപ്ഡീൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അത്രയ്ക്ക് ഡിമാൻഡ് ഇല്ലാത്ത ഓൾമോസ്റ്റ് ഒരു പൊളിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു നിൽക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സായിട്ട് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ BOB ക്രെഡിറ്റ് കാർഡ് എടുക്കാം. പിന്നെ ഇതിൻ്റെ ലിമിറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ നെറ്റ് ബാങ്കിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും എപ്പോഴും അക്കൗണ്ടൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് ബിസി ടൈമാണല്ലോ. പക്ഷേ BOBക്ക് ബിസി ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് അവരുടെ കസ്റ്റമർ സൈഡ് ഭയങ്കര വീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ടോൾ ഫ്രീ വിളിക്കുമ്പോൾ തന്നെ കിട്ടുന്നില്ല. 2 ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, കിട്ടുന്നില്ല. ആകെ റെസ്പോൺസ് അവർ തരുന്നത് നമ്മുടെ ട്വിറ്ററിൽ മാത്രമാണ്. ബാക്കി മെയിലിലോ ഒന്നിലും റിപ്ലൈ അവർ തരുന്നില്ല. അപ്പോൾ സർവീസ് കസ്റ്റമർ സൈഡ് ഭയങ്കര വൻ ബോറായിട്ട് തന്നെ എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ട്വിറ്റർ പേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ കംപ്ലയിൻസ് ആണ്. അപ്പോൾ ശരിക്കും ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക ക്രെഡിറ്റ് ലിമിറ്റ് അധികം കിട്ടിയാലും ഇത് കുറച്ച് പേടിപ്പെടുന്നത് ഒരു കാർഡാണ്. എന്ന് വെച്ചാൽ കസ്റ്റമർ സൈഡ് ഇത്ര ബോറാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ സപ്പോർട്ട് വേണ്ടേ.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു പേടിയുണ്ട്. പക്ഷേ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കാര്യം എന്തായാലും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വേറെ ഓൾറെഡി ഉള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് ഏതാണെന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണോ സംഭവം, എങ്ങനെ സംഭവം അവർ അത് വാല്യൂ ചെയ്തെന്ന് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല, നമുക്കൊരു വെരിഫിക്കേഷനോ ഒരു സംഭവം നമ്മൾ ഇട്ടിട്ടുണ്ടാകുന്നില്ല. എന്നിട്ടാണ് നമുക്കത് അപ്രൂവ് ആയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്നാപ്ഡീലിൻ്റെ സാധാ BOB കാർഡല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, സ്നാപ്ഡീൽ BOB കാർഡാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്നാപ്ഡീലും ബാങ്ക് ഓഫ് ബറോഡയും കൂടി ടൈപ്പ് ചെയ്തിട്ട് ബ്രാൻഡായിട്ട് ഇറക്കുന്ന കാർഡാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞത്, അതിനെന്താ വെച്ചാൽ ഡിമാൻഡ് കുറവായുള്ള കാർഡാണ്. അപ്പോൾ അത് മാക്സിമം അവർ കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്ലൈ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് നമ്മുടെ BOB ഫൈനാൻഷ്യലിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്നാപ്ഡീലിൻ്റെ ആപ്പിൽ കൂടെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഓൾറെഡി സ്നാപ്ഡീലിൻ്റെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഓൾറെഡി നമുക്ക് കാണിക്കുന്നതെന്നോ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിലെ കൂടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ BOBയുടെ സൈറ്റിൽ കൂടെയും അപ്ലൈ ചെയ്യാം. BOBfinancial.com കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഇതിൻ്റെ ലിമിറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ കാർഡ് ഡിസ്പാച്ച് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വേറൊരു വീഡിയോ എടുക്കാം, അൺബോക്സിങ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് ആക്ച്വലി നമുക്കിത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് BOBയുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ വരുന്നതാണ്. പക്ഷേ ഇത് കോബ്രയുടെ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ BOB കാർഡിൻ്റെ 10% ഓഫൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ കണ്ടായിരിക്കും. അത് കിട്ടുമെന്ന് സംശയമാണ്. എന്തായാലും നമുക്ക് ട്രൈ നോക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, 249 പ്രൈസ് വരുന്നുണ്ട്. ഡെയിലി ജോയിനിങ് ഫീസും ആനുവൽ ഫീസും 249 വരുന്നത്. പക്ഷേ നമുക്ക് 6 മാസം കഴിഞ്ഞ ശരിക്കും നമുക്ക് നോർമൽ BOB കാർഡിലേക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡും ചെയ്യാം. അപ്പോൾ അത് വലിയ ഇഷ്യൂ എന്ന് പറയുന്നില്ല. എന്നാലും പക്ഷേ ഇത്ര ഒരു സംഭവങ്ങളും ഇല്ലാണ്ട് കിട്ടുകയെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ പേര് ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ മെയിനായിട്ട് കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. ചാനലിൻ്റെ പേര് വരുന്നത് JMD26 എന്നാണ്. നമ്മൾ ഒരു കൺസ്യൂമർ പ്രൊഡക്ട്സും അതുപോലെ തന്നെ എന്താ പറയുക ആയുർവേദിക് പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെ ആയിരിക്കും എന്ന് ചെക്കൗട്ട് നോക്കി നോക്കുക. ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം എന്തൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.